ബ്യൂട്ടി പാർലർ ജോലി കളയാതെ എന്തായാലും ഈ കല്യാണം നടക്കും നിങ്ങൾ വിചാരിക്കണ്ട. നമുക്കിതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. സംസാരിക്കാനൊന്നുമില്ല. ഞാൻ അറിഞ്ഞു മോക്കി മസാജിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഈ എൻഗേജ്മെൻറ്റ് വരെയൊന്നും പോകില്ലായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഈ ബന്ധം വേണ്ടാന്ന് വയ്ക്കാൻ തീരുമാനിച്ചതാണ്. പിന്നെ എൻ്റെ മോൻ്റെ നിർബന്ധം കാരണമാണ് ഇപ്പോൾ വിളിച്ചത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് വിളിക്കും. ചേച്ചി, ഇത്രയും നല്ലൊരു ബന്ധം വിട്ടുകളയില്ലെന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണം മുടങ്ങിയാൽ അവർക്ക് ഈ ജന്മത്തിൽ നല്ലൊരു ആലോചന വരും. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്തൊരു പറയും? മോള് പാർലറിൽ ജോലി ചെയ്യണമെന്ന് അറിഞ്ഞിട്ടല്ലേ ഈ ആലോചന വന്നത്. പിന്നെ എന്തിനാണ് ഇവർ മാറ്റി പറയണമെന്ന് എനിക്ക് മനസ്സിലാവത്ത്. ചേച്ചി, അവർ പറഞ്ഞത് പോട്ട്. ചേച്ചി എന്നെ നോക്ക്, ഇപ്പം സമയം എത്രയായി? കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുമോ? ചേച്ചി, ഞാൻ ഇറങ്ങുകയാണേ. അവിടുത്തെ എത്രയും വേഗം ഈ ജോലി വേണ്ടെന്ന് വെക്കാൻ പറ. അതാണ് നമുക്ക് നല്ലത്. അമ്മ, ഇവരെന്തിനിപ്പോൾ വന്നത്? മോളെ, അരുണിൻ്റെ വീട്ടുകാർ വിളിച്ചിരുന്നു. മോള് ഈ ജോലി കളഞ്ഞാലേ കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്ത് പറ്റി? എനിക്കറിയില്ല. അവർക്ക് നിന്റെ ജോലി ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഈ ജോലി വിട്ടാലേ ഈ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധം എന്തായാലും വേണ്ട. എന്തായാലും കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ അറിഞ്ഞ് നന്നായി. ഈ ടാൻ മാറാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ആ മാം ഉണ്ട്. ഇത് കഴിഞ്ഞോണ്ട് ചെയ്യാം. ശ്രേയ, മാം, ഇതൊരു 15 മിനിറ്റിൽ വാഷ് ചെയ്യാം. ശ്രേയ, ഞാൻ ഒരു വിധത്തിലാണ് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. അപ്പം ഈ കല്യാണം വേണ്ട നീ എന്നെ പറഞ്ഞാൽ? കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനല്ലല്ലോ. ഞാനെൻ്റെ ഈ ജോലി കളയാൻ പറ്റില്ലെന്നേ പറഞ്ഞോളൂ. മേഡം, നമ്മുടെ കല്യാണത്തിനേക്കാളും വലുതാണോ തനിക്ക് ജോലി? ആ, അതെ. ഇന്ന് ഞാനും അമ്മയും അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ജോലി കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കൊക്കെ ഈ ജോലി കളയാൻ ഈസി ആയിട്ട് പറയാം. പക്ഷെ ഞാൻ എൻ്റെ 16-ാം വയസ്സ് മുതൽ ഒരുപാട് അധ്വാനിച്ചോ ആഗ്രഹിച്ചോ ഇന്ന് ഈ നിലയിലെങ്കിലും എത്തിയത്. അരുണിനറിയോ, ഈ ഫീൽഡിൽ എൻ്റേതായിട്ടൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് പൈസയും ടൈമും ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത്. എടോ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഓരോ ആൾക്കാർ വന്ന് മസാജും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന നാട്ടുകാർ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെ പേടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റൂല. പിന്നെ എൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറെയാണ് എനിക്ക് വേണ്ടത്. അതെന്തായാലും അരുണാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദീപ്തി മാഡത്തിൻ്റെ വീടല്ലേ? അതെ. ഒരു ഫേഷ്യലിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ആ, എൻ്റെ വൈഫ്. അതൊരു
ഇരിക്ക്. സർ, മാഡം. അവളിവിടെ അടുത്ത് വരെ പോയേക്കുന്നു. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ എവിടത്തി? ആ ഇവിടെതാ ഫേഷ്യൽ ചെയ്യാൻ ആൾ വന്ന്. ഇപ്പം എത്തോ? ആ ശരി ശരി. ആ വെയിറ്റ് ചെയ്യാൻ പറയാം. പോര്. ഈ ഫേഷ്യൽ അല്ലാതെ വേറെ എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യും? സർ, ഞങ്ങൾ മാനിക്യൂർ, പെഡിക്യൂർ, പിന്നെ ബ്രൈഡൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ആണുങ്ങൾക്കൊക്കെ ഫേഷ്യൽ ചെയ്യാറുണ്ട്? ഇല്ല, ലേഡീസിന് മാത്രമേ ഉള്ളൂ. അല്ല, അടുത്ത ആഴ്ച ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വൈഫ് ഫേഷ്യൽ ചെയ്യുന്നത്. എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വൈഫ് വരാൻ എന്തായാലും ലേറ്റാവും. അതുവരെ അതെ ക്യാഷ് കൂടുതൽ തരാം. സർ, മാഡം വരുന്നവരെ ഞാൻ പുറത്ത് നിൽക്കാം. ഇങ്ങനെ പോവാതെ. അമ്മ, നാളെ എനിക്കൊരു ബ്രൈഡൽ വർക്ക് ഉണ്ടേ. ഞാൻ രാവിലെ 3 മണിക്ക് പോകും. 3 മണിക്കാ? നിനക്കിപ്പോൾ ഉറങ്ങയൊന്നും വേണ്ടേ? പിന്നെ ഷോപ്പിലെങ്ങനെ പോവും? എൻ്റെ അമ്മ, ഈ ബ്രൈഡൽ മേക്കപ്പ് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്തോന്നറിയോ? ഒരു വർക്കിന് 20,000 രൂപ കിട്ടും. ആ ഷോപ്പിൽ കിടന്ന് 1 മാസം പണിയെടുക്കുന്നത് വെറും 6 മണിക്കൂറിൽ സെറ്റ് ചെയ്യും. ഇപ്പം നീ ജോലി വിടാൻ പോവാണോ? അമ്മ, ഇപ്പം ജോലി വിടുന്നൊന്നുമില്ല. ഒരു 2-3 മാസം ഇങ്ങനെ പോയി കുറച്ച് ക്ലൈൻസ് ഒക്കെ ആദ്യം സെറ്റ് ആവട്ടെ. എന്തായാലും നാളത്തെ കാര്യത്തിന് 2 മണിക്കൂർ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. മോളെ, ഇതൊക്കെ വേണോ? നീ ഇങ്ങനെ ഓരോ വീട്ടിൽ പോയി ജോലി ചെയ്യണത് സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ പേടിയാണ്. അമ്മ ഇങ്ങനെ കിടന്ന് പേടിക്കാതെ. അങ്ങനെയൊന്നും ഒരുത്തനും എന്നെ തൊടൂല. എത്ര ഏട്ടാ? 100 രൂപ. ചേട്ടാ, ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഈ പടിയൊക്കെ കയറാൻ പറ്റുമോ? നോക്കാം. ചേട്ടത്തി വിളിക്കുന്ന ചേട്ടാ. നീ എടുത്താ മതി. ഹലോ, ആ ചേട്ടത്തി, വേറെ കുഴപ്പമൊന്നുമില്ല ചേട്ടത്തി. പക്ഷെ അകത്ത് നല്ല കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നണത്. എന്നാലും ചേട്ടത്തി ടൂറിന് പോയപ്പോൾ തന്നെ ചേട്ടൻ വന്ന് വീണല്ല. ഓ, ഇനിയിപ്പോൾ ധൃതി വെച്ച് വരാനൊന്നും നിൽക്കണ്ട. ഞാൻ ചേട്ടൻ ഇവിടെ എൻ്റെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുവന്ന. ഓ, ഞാൻ നോക്കിക്കോളാം. ശരി. ചേട്ടാ ബാ. ചേട്ടാ, ഇത് എന്തോ നോക്കിക്കൊണ്ടിരിക്കണം. ബാ. വരണ. So this is the final look. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു പെർഫെക്റ്റ് കോളേജ് ഗോ മേക്കപ്പ് ലുക്ക് ആണ്. ഇതുപോലുള്ള പുതിയ മേക്കപ്പ് ടിപ്സിനായി തീർച്ചയായിട്ടും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. മാത്രമല്ല, ബ്രൈഡൽ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.
ശ്രേയ, മാഡം ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പം ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സ്റ്റോറി ഇട്ടേക്കണേ. ഓക്കെ. പിന്നെ ഫ്രണ്ട്സിനും കൂടി റെക്കമെൻഡ് ചെയ്യണം. മാഡത്തിൻ്റെ ഫ്രണ്ട്സിന് എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, പോട്ടെ. ശരി. ആ രമണി ചേച്ചിയുടെ മോളെ. ഓ നല്ല രാവിലെ എന്തിനാണ് യായ ചെറുക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. ഏതോ കോളനി എന്നൊക്കെയാണ് കേട്ടത്. എന്തോന്ന് പറയാല്ലേ, നാണക്കേട്. ഇനി പിന്നെ വിളിക്കാമേ. അമ്മ, പുതിയ കാർ എങ്ങനെയുണ്ട്? കൊള്ളാം മക്കളെ. അശ്വതി, എടി നീ അറിഞ്ഞ ശ്രേയ പുതിയ കാറെടുത്ത്? കാറാ? അവിടെ അതിന് മാത്രം പൈസയൊക്കെ ഉണ്ടോ? പുതിയ കാറൊന്നും അല്ല, സെക്കൻഡ് ഹാൻഡ് തന്നെയാണ്. പക്ഷെ 2-3 ലക്ഷം രൂപ ആവൂലേ ഇനി? എന്നാലും ഈ മേക്കപ്പ് ഒക്കെ ഇട്ടാ ഇത്രയൊക്കെ കിട്ടുമോ ചേച്ചി? എവിടുന്ന് ഡി? അവൾക്ക് വേറെ എന്തോ സെറ്റപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിലേ ഒരു ജോലി എന്നും പറഞ്ഞ് പാതിരാത്രിയൊക്കെയാണ് ഈ പെണ്ണ് വീട്ടിൽ കയറി വരണത്. ഏതായാലും അവളുടെ ധൈര്യം സമ്മതിക്കണം. കല്യാണം മുടങ്ങിയിട്ടും അതിൻ്റെ ഒരു കൂസലില്ലാതെയില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അല്ല, എനിക്ക് തോന്നണം എന്തെന്നാ, ഇവളെ ചുറ്റിക്കളി അറിഞ്ഞുകൊണ്ടായിരിക്കും ആ ചെറുക്ക ഈ ബന്ധം വേണ്ടാന്ന് വെച്ചത്. അവൻ രക്ഷപ്പെട്ട്, അല്ലാതെ എന്തോന്ന് പറയാൻ. പിന്നെ ഒരു കാര്യമടി, ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും നല്ല കുടുംബത്തിൽ കയറ്റുമോ? ആ നിന്റെ ജോലി ഇടക്കിട്ട് ബിന്ദു ഓഫീസിൽ പോയി ഇറങ്ങണമെന്നാണ്. അവളിതൊന്നും അറിഞ്ഞു കാണൂല. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം, പിന്നെ കണം കേട്ടെ. ആ ചേച്ചി, ആ ഇത് കാറൊക്കെ എടുത്തല്ലേ? ആ 2 ദിവസമായി. അവൾ ജോലി കയറി ചെയ്തോട്ട് പറയുക അവളുടെ സ്വന്തം കാറിൽ എന്നെ കൊണ്ടുപോകുന്നു. അത് ഏതായാലും നടന്നു. ഞാൻ പറയണോണ്ട് ചേച്ചിക്കൊന്നും തോന്നല്ലേ. നമ്മളെ ഏരിയയുള്ളവരുടെ സ്വഭാവം അറിയാമല്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, പൊടുപ്പും തൊങ്ങലും വെച്ച് ഓരോന്നും ഉണ്ടാക്കി പറയാനായിട്ട്. ചേച്ചി ഇപ്പം ഈ കാറ് വാങ്ങണ്ടായിരുന്നു. അതെന്താടി എങ്ങനെ പറഞ്ഞ്? ചേച്ചി, ഞാൻ അതെങ്ങനെ ചേച്ചിട്ട് പറയും? ഒന്നാമത് ശ്രേയ കല്യാണം മുടങ്ങി നിൽക്കുകയല്ലേ. അത് മാത്രമല്ല, ഈ കാറ് വാങ്ങിച്ചതിനെ പറ്റി ആളുകൾ ഓരോരോ കഥകൾ പറയുന്നുണ്ട്. അവൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ പാതിരാത്രിയൊക്കെ ആവണില്ലേ. അയ്യോ, ചേച്ചി പറഞ്ഞോ? അല്ല, ഞാൻ എങ്ങനെ കാറ് വാങ്ങിച്ചെന്നാ നാട്ടുകാർ പറയുന്നേ? അല്ല, ഓരോ വീടുകളിലും പോയി ഞാൻ മസാജ് ചെയ്തിട്ടെന്നാണോ, അതോ വേറെ വല്ലതും ആണോ? മോളെ, അത് ഞാനൊരു കാറല്ലേ വാങ്ങിച്ചോളൂ, അത് സെക്കൻഡ് ഹാൻഡ്. നിങ്ങൾക്ക് അതുപോലെ സഹിക്കണില്ലല്ലേ? ശരി, ഇപ്പം എൻ്റെ അമ്മ നല്ല സന്തോഷത്തിലാണ്. പക്ഷെ ഇത് കളയാൻ ചേച്ചി ഇപ്പം പറഞ്ഞത് തന്നെ ധാരാളം. അല്ല, ഇങ്ങനെ ഒരു നശിച്ച ജീവിതം ജീവിക്കാൻ ചേച്ചിക്ക് ഒരു നാണം ഇല്ലല്ലേ? ഞാൻ എങ്ങനെയാ ഈ കാറ് വാങ്ങിച്ചതെന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്കും അറിയാം. അതിന് നിങ്ങളും ഇവിടുത്തെ നാറിയ നാട്ടുകാരും എന്തു പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല. നിക്ക്, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഈ നാട്ടുകാരുടെ കാര്യമൊക്കെ ഓരോ വീട്ടിൽ പോയി തള്ളി മറിക്കും മുമ്പേ സ്വന്തം വീട്ടിൽ എന്തോ നടക്കണമെന്നും കൂടെ അറിയണം. നിങ്ങളൊരു ചേട്ടനില്ലേ, ആ പകൽമാന്യൻ, അവനിപ്പോൾ പ്രാഥമിക കർമ്മം പോലും ചെയ്യാൻ പറ്റണില്ലല്ലേ? അതിന് കാരണേ ഞാനെന്ന് അവനെ ഫേഷ്യൽ ചെയ്ത് വിട്ടത്. അതുമാത്രമല്ല, ഞാനിവിടെ മസാജും മറ്റു പല പരിപാടികളും ചെയ്യുന്നുണ്ടെന്ന് അരുണിൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞത് നിങ്ങളാണെന്ന് എനിക്കറിയാം.
ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനിയും എൻ്റെ വീട്ടിൽ കയറി ചൊറിയാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ സത്യമായിട്ട് നിങ്ങളെ ഞാൻ പൊട്ടിക്കും. അമ്മ ഈ മാരണം പറയുന്നത് കേട്ടൊന്നും വിഷമിക്കണ്ട. നമ്മളിനി എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും നാട്ടുകാർ പറയേണ്ടത് പറയും. അതുമല്ല, അവരുടെ വായടിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. പുതിയ ലൈനാ? ഓ, എൻ്റെ പഴയ ലൈൻ ഇപ്പോഴും മെസ്സേജ് അയക്കുമോ? അതൊക്കെ ബ്ലോക്ക് ചെയ്ത് എത്ര ദിവസമായി? അപ്പം ഞാൻ അയച്ചു നോക്കട്ടെ. ബെസ്റ്റ്. എവിടെ കറങ്ങിട്ട് വരണേ? ഹലോ, ഇന്ന് എവിടെയായിരുന്നു നൈറ്റ് ഡ്യൂട്ടി? അതെ, നിന്റെ അച്ഛനെ പെട്ടെന്ന് മുട്ട ഇടിക്കണമെന്ന് പറഞ്ഞു. നന്നായിട്ട് ഷേവ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയി നോക്കിയാൽ മതി. അവിടെ നൈറ്റ് ഡ്യൂട്ടി. ചോദിക്കണ്ടായിരുന്നു. വേറെ ഫോട്ടോ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ കഴിവും അധ്വാനവും കൊണ്ട് ലൈഫിൽ മുന്നോട്ട് വന്നാലും ആ വിജയത്തിനെ അംഗീകരിച്ചു കൊടുക്കുക പലർക്കും ഇപ്പോഴും മടിയാണ്. അതുമാത്രമല്ല, ഇവർ രക്ഷപ്പെട്ടത് മറ്റ് പല പരിപാടികളും ചെയ്തിട്ടാണെന്ന് ഒരു കൂസലില്ലാതെ പറയുന്ന ആൾക്കാരുമാണ്. ഇതിൻ്റെ കൂടെ ചെയ്യുന്ന ജോലി, പുറത്തു പോകുന്ന സമയം, ഇടുന്ന വേഷം, ഇതെല്ലാം വെച്ച് ഓരോ നിമിഷവും ഒരു പെൺകുട്ടി നമ്മുടെ സമൂഹത്തിൽ ജഡ്ജ് ചെയ്യപ്പെടുക. നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് പറയുമെന്ന് വിചാരിച്ച് ജീവിതത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത്, ആ കാര്യം നിങ്ങൾ ബോൾഡായിട്ട് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നിങ്ങളെ ഈ സൊസൈറ്റി പല കാര്യങ്ങളിലും ജഡ്ജ് ചെയ്യുന്നതായി നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. സ്ത്രീകളുടെ വിജയങ്ങളെ അംഗീകരിക്കുന്ന, അവരെ ജഡ്ജ് ചെയ്യാത്ത നല്ലൊരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. SK Talks ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK Talksൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന